ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിലൊന്ന് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. എന്താണ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ്? ഒരു വ്യക്തിക്ക് സപ്പോസ് ഒരു ഫാമിലിയിൽ 4 പേര് ഉണ്ടെന്നിരിക്കട്ടെ. ആ 4 പേർക്കും അവർക്ക് ആവശ്യമുള്ള സം അഷ്വേർഡ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമാണ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒരുക്കുന്നത്. അച്ഛന് 10 ലക്ഷം രൂപ, അമ്മയ്ക്ക് 5 ലക്ഷം രൂപ, കുട്ടികൾക്ക് 2 ലക്ഷം രൂപ വീതം. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ആവശ്യമനുസരിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കതിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഫാമിലി ഫ്ലോട്ടർ പോളിസി. ഫാമിലി ഫ്ലോട്ടർ പോളിസിയിൽ വരുമ്പോൾ ഒരു ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ ആ ഫാമിലി എടുത്തിരിക്കുന്നത് ഒരു 10 ലക്ഷം രൂപയുടെ സം അഷ്വേർഡ് ആണ് എങ്കിൽ ആ സം അഷ്വേർഡ് ഈ 4 പേരിലേക്കും ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ഒരാൾക്ക് തന്നെ അവരാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോളിസി ഉപയോഗിക്കാൻ പറ്റും. 4 പേർക്ക് കൂടിയും ഈ സം അഷ്വേർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ പ്രാക്ടിക്കലായിട്ടുള്ള ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിയാൽ എപ്പോഴും ഫാമിലി ഫ്ലോട്ടർ പോളിസിയാണ് ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പോളിസിക്ക് പലപ്പോഴും പ്രീമിയം കൂടുതലാണ്. ഇൻഡിവിജ്വൽ പോളിസിക്ക് ആ സം അഷ്വേർഡിനൊരു ഫിക്സഡ് ആണ്. വേറെ ഫാമിലിയിൽ നമുക്ക് കുറച്ചുകൂടി വലിയൊരു സം അഷ്വേർഡ് എടുക്കാനായിട്ട് ഫാമിലി ഫ്ലോട്ടർ പോളിസിയിൽ കുറച്ചുകൂടി വലിയ സം അഷ്വേർഡ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് എല്ലാവരിലേക്കും ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഫാമിലിയിലെ എല്ലാവർക്കും കൂടി ഒന്നിച്ച് അസുഖം വരുന്ന സാഹചര്യങ്ങൾ വളരെ വിരളമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഫാമിലിക്ക് ഫാമിലി ഫ്ലോട്ടർ പോളിസി തന്നെയായിരിക്കും നല്ലത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി. നമുക്കറിയാം, ഹെൽത്ത് ഇൻഷുറൻസിൽ നമുക്ക് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചിലവുകൾ മുഴുവനും നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ടേക്ക് കെയർ ചെയ്തോളും. ഹോസ്പിറ്റലൈസേഷന് ശേഷം ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് കുറച്ച് നാളത്തേക്ക് ജോലിക്ക് പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻകം ലോസ് വരാറുണ്ട്. ഒരു റീഹാബിലിറ്റേഷൻ്റെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ചിലവുകൾ, അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഒരു മെയ്ഡിനെ വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ചിലവുകൾ, ഇങ്ങനെയുള്ള പല ചിലവുകളും ഒരു ഹോസ്പിറ്റലൈസേഷൻ തുടർച്ച എന്നോളം വന്നേക്കാം. ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ആണ് ഈ വ്യക്തിക്ക് സംഭവിക്കുന്നതെങ്കിൽ, ക്രിട്ടിക്കൽ പോളിസി ഉള്ള ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയിൽ നിന്നും ലംസമായിട്ട് ഒരു എമൗണ്ട് കിട്ടുന്നു. ആ ലംസം എമൗണ്ട് വെച്ചിട്ട് അദ്ദേഹത്തിന് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ചിലവുകളെല്ലാം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ എന്തുകൊണ്ടും ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. പല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും ഇന്ന് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ന്യൂ ഇന്ത്യ അഷുറൻസ് ക്രിട്ടി പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞ് ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 സ്ലാബുകളായിട്ടാണ് ക്രിട്ടിക്കൽ ഇൽനെസ്സിനെ തിരിച്ചിരിക്കുന്നത്. 9 ക്രിട്ടിക്കൽ ഇൽനെസ്, 18 ക്രിട്ടിക്കൽ ഇൽനെസ്, 27 ക്രിട്ടിക്കൽ ഇൽനെസ് ആൻഡ് 41 ക്രിട്ടിക്കൽ ഇൽനെസ്. ഇങ്ങനെ 4 സ്ലാബുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ എണ്ണം കൂടുന്തോറും ആ പോളിസിയുടെ പ്രീമിയം തുക വർദ്ധിക്കും. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ സെനാരിയോയിൽ വളരെയധികം അത്യാവശ്യമായ ഒരു പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. കമ്പനികൾ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ്, ഇവർക്കെല്ലാം എടുക്കാവുന്ന ഒരു പോളിസിയാണ് ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അതിൻ്റെ അഡ്വാൻറ്റേജ് ടൈലർ മെയ്ഡായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ അത് കൺസിഡർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പോളിസി ആക്കിയിട്ട് അതിനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡേ 1 തുടങ്ങിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ പല രീതിയിലുള്ള വെയിറ്റിംഗ് പീരീഡുകൾ വരാറുണ്ട്. അതേസമയം ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ അത് ടൈലർ മെയ്ഡായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡേ 1 തുടങ്ങിയിട്ട് എല്ലാ അസുഖങ്ങളും കവർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ആ പോളിസി ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം പറയേണ്ട ഒന്നാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി. പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിക്ക് വരുന്ന പ്രീമിയം വളരെ തുച്ഛമാണ്. 50 രൂപ പ്രീമിയത്തിന് 1 ലക്ഷം രൂപയുടെ കവറേജ് ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി ഒരാൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് കവർ ചെയ്യുക: ഡെത്ത്, ഡിസബിലിറ്റി ആൻഡ് പാർഷ്യൽ ഡിസബിലിറ്റി. വളരെ തുച്ഛമായ തുകയിൽ നമ്മളുടെ ജീവനെ കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പോളിസിയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി. ക്രിട്ടിക്കൽ ഇൽനെസ് സംഭവിച്ചതിന് ശേഷം പോളിസികൾ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് നമുക്ക് പോളിസികൾ കൊടുക്കാനായിട്ട് സാധിക്കും. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഇൻ ദ സെൻസ് ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ആൻഡ് ഡയബറ്റിക്. ഈ 4 കാര്യങ്ങൾക്കും നമുക്ക് 31ാമത്തെ പോളിസി എടുത്ത് 31ാമത്തെ ദിവസം തുടങ്ങിയിട്ട് കവറേജ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസികൾ അവൈലബിൾ ആണ്. അതൊരു
മിക്കവാറും പോളിസികളിൽ അതൊരു റൈഡറായിട്ടാണ് വരിക. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ പ്രീമിയം അടയ്ക്കേണ്ടി വരും. എന്നിരുന്നാലും ഒരു ഡയബറ്റിക് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പോളിസി എടുക്കുമ്പോൾ നോർമലി ഇതിന് 2 മുതൽ 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. വേറസ് ഈ ഒരു അഡീഷണൽ പ്രീമിയം അടച്ച് നമ്മൾ ഈ ഒരു പോളിസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 31ാമത്തെ ദിവസം തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അസുഖം കവറേജിലേക്ക് വരും. ആ അസുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അദ്ദേഹത്തിന് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ആ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് കവറേജ് ഉള്ള പോളിസി മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്രീമിയം നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട വന്നാലും അത് കൊടുക്കുക. അതിനുശേഷം ആ പോളിസി എടുക്കുക. അപ്പോൾ ആ അസുഖവും അത് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് കവറേജ് കിട്ടും. ഒരു പോളിസി എടുക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ്? ഒന്നാമത്തെ കാര്യം കവറേജ് എമൗണ്ട്. 1 ലക്ഷം രൂപ തുടങ്ങി 5 കോടി രൂപ വരെ കവറേജ് അവൈലബിൾ ആയിട്ടുള്ള പോളിസികൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്താണ് നമുക്ക് വേണ്ട കവറേജ്? ഒരു പോളിസിയുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അതിൻ്റെ പ്രീമിയം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം വരുന്ന രീതിയിലുള്ള ഒരു പോളിസി നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ബഡ്ജറ്റുണ്ട്. നമ്മളൊരു കാർ വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ബഡ്ജറ്റ് ഇടും. നമ്മളൊരു മൊബൈൽ മേടിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വർഷത്തെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്കും നിങ്ങളൊരു ബഡ്ജറ്റ് വെക്കുക. കാരണം ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ചൂസ് ചെയ്യുക. അത് ഒരിക്കലും ഒരു വളരെ ചെറിയൊരു സം അഷ്യൂർഡിലേക്ക് പോകരുത്. മിനിമം 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിലുള്ളൊരു സം അഷ്യൂർഡ് നമ്മൾ ചൂസ് ചെയ്യുക. അതിന് മുകളിലേക്കൊരു കവറേജ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് പോളിസികൾ അവൈലബിൾ ആണ്. ഒരു പോളിസി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യമാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ്. എന്താണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ്? ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും അവരുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റലിൻ്റെ ഒരു ലിസ്റ്റ് അവൈലബിൾ ആണ്. ആ ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നത്. നമ്മളെടുത്ത പോളിസി ഏത് കമ്പനിയുടെയാണോ ആ കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് എങ്കിൽ അവിടെ നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു പോളിസി പ്ലാൻ ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ സാധാരണയായിട്ട് പോകുന്ന ഹോസ്പിറ്റൽ ആ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മളെ വളരെ അത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പോളിസി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ കവേർഡാണ്, കവേർഡ് അല്ല എന്നുള്ള കാര്യം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പോളിസിയിൽ നമുക്ക് OPD, അതുപോലെ തന്നെ ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള പല ഫെസിലിറ്റികളും കവേർഡായിട്ടുള്ള പോളിസികൾ അവൈലബിൾ ആണ്. കൺസ്യൂമബിൾസ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന PPE കിറ്റ്, ഗ്ലൗസ് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം മിക്കവാറും പോളിസികളിൽ കവേർഡ് അല്ല. പക്ഷേ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോളിസികൾ പല പോളിസികളിലും അത് കവേർഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോളിസി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഡേ കെയർ പ്രൊസീജിയേഴ്സും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കവേർഡ് ആണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ആ പോളിസി ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു പോളിസി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ പോളിസിയിലുള്ള വെയിറ്റിംഗ് പീരീഡ്സ്. പ്രധാനമായും 3 വെയിറ്റിംഗ് പീരീഡുകളാണ് ഒരു പോളിസിയിൽ ഉണ്ടാവുക. ആദ്യത്തെ 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ്, 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ്, അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് 2 മുതൽ 4 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ്. സ്പെസിഫിക് ഡിസീസസിന് പ്രധാനമായിട്ടും 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് വരിക. സ്പെസിഫിക് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെർണിയ, കിഡ്നി സ്റ്റോൺ, ENT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്കിൻ ഡിസീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പോളിസിയിൽ ആദ്യത്തെ 2 വർഷത്തേക്ക് നമുക്ക് കവറേജ് കിട്ടത്തില്ല. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്, എന്തെങ്കിലും ഒരസുഖം പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിലേക്കാണ് പോവുക. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക. അതിന് ഇന്ന് 2 മുതൽ 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡാണ് ജനറലി ഉള്ളത്. ചില പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് നമുക്ക് അഡീഷണൽ പ്രീമിയം കൊടുത്തിട്ട് 31 ദിവസം തുടങ്ങി കവറേജ് കിട്ടാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു പോളിസി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു പോളിസി വാങ്ങാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കോപേയ്മെൻറ്റ് ആൻഡ് സബ് ലിമിറ്റ്സ്. ടെക്നിക്കലായിട്ടുള്ള ഒരു വേർഡാണ്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കോപേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു പോളിസിയിൽ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമർ, ആ പോളിസി എടുത്തിരിക്കുന്ന പോളിസി ഹോൾഡർ ആ ക്ലെയിമിൻ്റെ എമൗണ്ടിലേക്ക് അടയ്ക്കേണ്ട എമൗണ്ടാണ് കോ പേയ്മെൻറ്റ്. സപ്പോസ് നമുക്ക് ഒരു 1,00,000 രൂപയുടെ ഒരു ഹോസ്പിറ്റലൈസേഷൻ വരുന്നു. ആ പോളിസിയിൽ 10% കോ പേയ്മെൻറ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ആ കസ്റ്റമർ ഒരു 10,000 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ പോളിസിയുടെ ആ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അതാണ് കോ പേയ്മെൻറ്റ്. അതുപോലെ തന്നെ സബ് ലിമിറ്റ്സ്, ചില പോളിസികളിലെങ്കിലും സബ് ലിമിറ്റ്സ് ഉണ്ട്. കാറ്ററാക്റ്റ് പോലെയുള്ള അസുഖങ്ങൾക്ക് പല കമ്പനികളും സബ് ലിമിറ്റായിട്ട് 50,000 രൂപ, 40,000 രൂപ ഇങ്ങനെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സബ് ലിമിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. സബ് ലിമിറ്റ്സ് ഇല്ലാത്ത പോളിസിക്കും, സബ് ലിമിറ്റ്സും കോ പേയ്മെൻറ്റും ഇല്ലാത്ത പോളിസികൾക്കായിട്ടായിരിക്കണം നമ്മളെപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഒരു പോളിസി നമ്മൾ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഒരു 90% മുകളിലെങ്കിലും ഉള്ള കമ്പനികളുടെ പോളിസികൾ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു പോളിസിയിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഇൻഡിവിജ്വൽ പോളിസി എടുക്കണോ ഫാമിലി ഫ്ലോട്ടർ പോളിസി എടുക്കണോ എന്നുള്ളത്. എന്തുകൊണ്ടും ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഫ്ലോട്ടർ പോളിസിയാണ് എപ്പോഴും നല്ലത്. ഇൻഡിവിജ്വൽ പോളിസിയിൽ നമുക്ക് ഒരു ഫാമിലിയിൽ 4 പേരുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ സം അഷ്വേർഡ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേറസ് ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസിയിൽ എന്താണോ സം അഷ്വേർഡ് അത് ആ 4 പേരിലേക്കും ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. നമുക്കറിയാം അസുഖങ്ങൾ വരാനുള്ള സാധ്യത വിരളമാണ്. അതുപോലെ തന്നെ ഒരു ഫാമിലിയിൽ 4 പേർക്കും ഒന്നിച്ച് അസുഖം വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരാൾക്ക് അസുഖം വന്നാൽ എന്താണോ സം അഷ്വേർഡ് ഉള്ളത് അത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ആ ഒരു പോളിസി നമ്മളുടെ ഫാമിലിയുടെ എൻ്റയർ കവറേജിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മളൊരു പോളിസി വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാവുന്ന ഇനിയൊരു കാര്യമാണ് റൈഡേഴ്സ്. എന്തെല്ലാം റൈഡേഴ്സാണ് ഈ പോളിസിയിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നത്. പ്രധാനമായിട്ടും മെറ്റേണിറ്റി, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ്, OPD ഇങ്ങനെയുള്ള റൈഡേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള പോളിസികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മെറ്റേണിറ്റി പോളിസി എടുത്തിട്ട് 9 മാസത്തിന് ശേഷം നടക്കുന്ന ഡെലിവറിക്ക് വരെ കവറേജ് കൊടുക്കുന്ന പോളിസികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ക്രിട്ടിക്കൽ ഇൽനെസ് നമുക്കൊരു റൈഡറായിട്ട് ആഡ് ചെയ്യാവുന്ന പോളിസികൾ മാർക്കറ്റിൽ ഇന്നുണ്ട്. അതുപോലെ തന്നെ OPD ഔട്ട് പേഷ്യൻ്റ് ഇതിന് വരുന്ന ചിലവുകൾ കവർ ചെയ്യുന്ന പോളിസികളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓരോ വീട്ടിലെ പോളിസിയുടെ സിറ്റുവേഷനിലേക്ക് ഒരു വീട്ടിലെ റിക്വയർമെൻറ്റുമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OPD ചിലപ്പോൾ കൂടുതലായിട്ട് ഒരു വർഷത്തിൽ 10-15 പ്രാവശ്യം ഡോക്ടറെ കാണുന്ന ഒരു ഫാമിലിയാണ് എങ്കിൽ അവർക്കെപ്പോഴും OPD ഉള്ളൊരു പോളിസി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ആ OPDക്ക് വരുന്ന എമൗണ്ട് നമുക്ക് അതുവഴി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. വേറസ് വളരെ ചുരുക്കമായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു OPD പോളിസി ഓപ്റ്റ് ചെയ്യുമ്പോൾ അതിനായിട്ട് അഡീഷണലായിട്ട് അടയ്ക്കേണ്ട എമൗണ്ട് വളരെ വലുതായിരിക്കുകയും ചെയ്യും, അതിന് പ്രയോജനം ഇല്ലാണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു പോളിസി പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൂടി കൺസിഡർ ചെയ്തിട്ട് പോളിസി പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്താണ് എനിക്ക് വേണ്ട സം അഷ്വേർഡ്? പലരെയും കൺഫ്യൂഷനിലാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. നമ്മൾ അതിനുള്ള ആൻസർ കണ്ടുപിടിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ച് ചോദിക്കും, നിനക്ക് എന്താണ് കവറേജ് ഉള്ളതെന്ന് ചോദിക്കും. അവർക്ക് എന്താണോ ഉള്ളത് അതായിരിക്കും പലപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇൻഫ്ലേഷൻ 10 തുടങ്ങി 15% വരെയാണ്. ഹോസ്പിറ്റലിലെ ചിലവുകളുടെ ഇൻഫ്ലേഷൻ ഇന്ന് 10% തുടങ്ങി 15% വരെയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വലിയ സം അഷ്വേർഡ് പോളിസി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അറ്റ്ലീസ്റ്റ് 10 തുടങ്ങി 25 ലക്ഷം രൂപ വരെയുള്ള ഒരു പോളിസി, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് 10 തുടങ്ങി 25 ലക്ഷം രൂപ വരെയുള്ളൊരു പോളിസി നമ്മൾ എപ്പോഴും ഹോൾഡ് ചെയ്യേണ്ടത് നമ്മളുടെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് മുകളിലുള്ളൊരു തുക നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ സൂപ്പർ ടോപ്പപ്പ് പോളിസികൾ വഴി അങ്ങനെയുള്ളൊരു സം അഷ്വേർഡ് നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും പ്രീമിയം കുറഞ്ഞ പോളിസി, ചീപ്പസ്റ്റ് പോളിസി എന്നുള്ള രീതിയിൽ നമ്മൾ പോളിസിയിലേക്ക് പോകാറുണ്ട്. അത് പലപ്പോഴും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് വരുത്തി വയ്ക്കാറുണ്ട്. പോളിസി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പോളിസിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുക, പോളിസി എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം പോളിസിയിലേക്ക് നമ്മൾ പോവുക.
അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ പോളിസിയിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ പോളിസി വാങ്ങുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും സബ് ലിമിറ്റ്സും കോ പേയ്മെൻറ്റുകളും ഇഗ്നോർ ചെയ്യാറുണ്ട്. പോളിസി വാങ്ങാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സബ് ലിമിറ്റ്സ് ആൻഡ് കോ പേയ്മെൻറ്റ്സ്. സബ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ അസുഖത്തിന് കമ്പനി ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സപ്പോസ് കാറ്ററാക്ട് ഓപ്പറേഷൻ, അതിന് 50,000 രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് 80,000 രൂപയോ 90,000 രൂപ ആയാലും കമ്പനി 50,000 രൂപ നമുക്ക് തരുള്ളൂ. അതുപോലെ തന്നെ കോ പേയ്മെൻറ്റ്, ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റ് സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്നും ആ പോളിസിക്ക് വേണ്ടിയിട്ട് ആ പോളിസി സെറ്റിൽമെൻറ്റിന് വേണ്ടി കൊടുക്കേണ്ട എമൗണ്ടാണ് കോ പേയ്മെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കഴിവതും ഇതില്ലാത്ത പോളിസിയിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിനെ കുറിച്ചാണ്. നമ്മളൊരു പോളിസി എടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾക്കുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്താണോ അത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം. പോളിസി ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ നേരെ എന്തെങ്കിലും ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ പോളിസിയുടെ ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അതിന് വെയിറ്റിംഗ് പീരീഡ് വരും എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് മെൻഷൻ ചെയ്യാണ്ട് പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഒരു പോളിസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എല്ലാ റിന്യൂവൽസിലും സാധാരണയായി പോളിസി ആനുവൽ റിന്യൂവലാണ് വരിക. ഓരോ റിന്യൂവൽസിലും നമ്മുടെ പോളിസി ഒന്ന് റിവ്യൂ ചെയ്യുക. എൻ്റെ ഇന്നത്തെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളൊരു സം അഷ്വേർഡ് ആണോ ഈ പോളിസിയിലുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. നമുക്കറിയാം ഹോസ്പിറ്റലിൻ്റെ ഇൻഫ്ലേഷൻ ഏകദേശം 10 തുടങ്ങി 15% വരെയാണ്. അതിനനുസരിച്ച് നമ്മുടെ പോളിസിയും നമ്മൾ സം അഷ്വേർഡ് കൂട്ടിക്കൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വന്നാൽ ഒരുപക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള സം അഷ്വേർഡ് തികയാതെ വന്നേക്കാം. അപ്പോൾ നമ്മൾ ഓരോ വർഷവും നമ്മളുടെ പോളിസി റിവ്യൂ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നത്തെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, എനിക്കിപ്പോൾ പോളിസിയുടെ ആവശ്യമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, അതുകൊണ്ട് തൽക്കാലം എനിക്ക് പോളിസി വേണ്ട എന്ന് പലരും പറയാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ആരോഗ്യമുള്ള അവസരത്തിൽ മാത്രമേ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങിക്കാനായിട്ട് പറ്റുകയുള്ളൂ. എത്ര ആരോഗ്യമുള്ള ആൾക്കാർക്കും അസുഖം വരാനായിട്ട് നമുക്കറിയാം, എപ്പോൾ വേണേലും വരാവുന്ന ഒന്നാണ് അസുഖം. അപ്പോൾ ആരോഗ്യം ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയും ഇന്ന് പോളിസികൾ കസ്റ്റമറിന് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്നാണ് പോളിസി എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പോളിസി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചിലരെയെല്ലാം കൺഫ്യൂഷനിലാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. കാരണം അവരുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തിലുള്ള ഒരാളായിരിക്കാം, അസുഖങ്ങളൊന്നും അവർക്കില്ല. അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും തോന്നിയേക്കാം. എനിക്കിതിന് നിങ്ങളോട് പറയാനുള്ളത്, എന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഇന്ന് തന്നെയാണ്. കാരണം ഇന്ന് നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ഇന്ന് നമ്മൾ ഏത് കമ്പനീനെ അപ്രോച്ച് ചെയ്താലും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും. കാരണം ആരോഗ്യമുള്ള ഒരു ശരീരത്തിനെ കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് ഓഫർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട. അത് ആ ദിവസം ഇന്ന് തന്നെയാണ്. ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട്, ഇന്ന് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, നല്ലൊരു കവറേജിലേക്ക് നിങ്ങൾ വരിക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹോസ്പിറ്റലൈസേഷൻ. നിങ്ങൾക്ക് ഒരു അസുഖം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വന്നാൽ ആ ഹോസ്പിറ്റലൈസേഷനിൽ വരുന്ന എല്ലാ ചെലവുകളും അത് പോളിസി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില പോളിസികളിൽ കൺസ്യൂമബിൾസ് കവേർഡ് അല്ലാത്ത പോളിസികളുണ്ട്. അതർവൈസ് ഒരു ഹോസ്പിറ്റലൈസേഷനിൽ വരുന്ന എല്ലാ ചെലവുകളും നമ്മുടെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. ഒരു ഹോസ്പിറ്റലൈസേഷൻ സംഭവിക്കുന്നതിന് മുമ്പ് ആ അസുഖവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ ഡോക്ടറെ കണ്ട് വാങ്ങുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഹോസ്പിറ്റലൈസേഷന് ശേഷം നമ്മൾ ഡിസ്ചാർജായി പോകുമ്പോൾ വരുന്ന മരുന്നുകൾ ഇതും നമ്മളുടെ പോളിസിയിൽ കവേർഡാണ്. മറ്റൊരു കാര്യം,
അതിൽ കവേർഡ് ആയിട്ടുള്ളത് ഡേ കെയർ പ്രൊസീജിയേഴ്സാണ്. എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമില്ല. ഇന്ന് 500ഉം 600ഉം ഡേ കെയർ പ്രൊസീജിയേഴ്സ് വരെ കവർ ചെയ്യുന്ന പോളിസികൾ നമ്മളുടെ ഇടയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കീമോതെറാപ്പി അദ്ദേഹം വന്നു 2-3 മണിക്കൂറുകൾ കൊണ്ട് നടത്തിയിട്ട് തിരിച്ചു പോകാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഡയാലിസിസ്, അതും ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. അപ്പോൾ ഡേ കെയർ പ്രൊസീജിയേഴ്സ് എല്ലാം, കമ്പനി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേ കെയർ പ്രൊസീജിയേഴ്സ് എല്ലാം ഈ പോളിസിയിൽ കവേർഡ് ആയിരിക്കും. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പോളിസികളിലെല്ലാം കവേർഡ് ആയിട്ടുള്ള ഒന്നാണ് ആംബുലൻസ് ചാർജസ്, അതുപോലെ തന്നെ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, അതോടൊപ്പം ആയുഷിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനുള്ള കവറേജും. എസ്പെഷ്യലി ആയുർവേദ ഇന്ന് ഒട്ടുമിക്ക പോളിസികളിലും കവേർഡാണ്. അവയവ മാറ്റ ശസ്ത്രക്രിയകൾ സർവ്വസാധാരണമായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ പോളിസികളിലും ഇന്ന് ഇതിനെല്ലാം ഉള്ള കവറേജസ് അവൈലബിൾ ആണ്. അവയവം കൊടുക്കുന്ന ആൾക്കും അത് സ്വീകരിക്കുന്ന ആൾക്കും വരുന്ന ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ഇന്നത്തെ ഒട്ടുമിക്ക പോളിസികളിലും കവേർഡാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ. നമ്മൾ ഒരസുഖം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിലെ ചിലവുകളെല്ലാം നമ്മൾക്ക് 1 രൂപ പോലും നമ്മളുടെ കയ്യിൽ നിന്ന് മുടക്കാണ്ട് ഇൻഷുറൻസ് കമ്പനി ആ ചിലവുകളെല്ലാം വഹിച്ചിട്ട് നമ്മളെ ആ ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു വിടുന്ന ഒന്നാണ് ക്യാഷ്ലെസ് ഹോസ്പിറ്റലിൽ നടക്കുക. ഇന്നത്തെ നമ്മൾ ചൂസ് ചെയ്യുന്ന പോളിസി ആ പർട്ടിക്കുലർ ഹോസ്പിറ്റൽ ആ കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുള്ളതാണ് എങ്കിൽ ഈ പറഞ്ഞ ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ സാധ്യമാണ്. ഒട്ടുമിക്ക പോളിസികളിലും ഇന്ന് നോ ക്ലെയിം ബോണസ് ഉള്ള പോളിസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ക്ലെയിം ഒന്നും വന്നിട്ടില്ല എങ്കിൽ നമ്മളുടെ സം അഷ്വേർഡിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചില പോളിസികളിൽ ഒരു വർഷം 10% സം അഷ്വേർഡ് ആയിരിക്കും. ചില പോളിസികളിൽ എന്താണോ സം അഷ്വേർഡ് അതിൻ്റെ 50% നോ ക്ലെയിം ബോണസായിട്ട് കൊടുക്കുന്ന പോളിസികളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു പോളിസിയിൽ എന്തെല്ലാം കവേർഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെല്ലാം കവേർഡ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾക്കുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് പോളിസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എത്രയാണോ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കവറേജിലേക്ക് വരത്തുള്ളൂ. സപ്പോസ് ആ പർട്ടിക്കുലർ പോളിസിയിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് 4 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോളിസി എടുത്തതിന് ശേഷം 4 വർഷത്തിന് ശേഷം മാത്രമേ ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലൈസേഷന് നമുക്ക് കവറേജ് കിട്ടത്തുള്ളൂ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോസ്മെറ്റിക് സർജറീസ് ഒന്നും ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിലേക്ക് വരുന്നില്ല. ബെറിയാട്രിക് സർജറി ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസിൽ അവൈലബിൾ ആണ്. ബെറിയാട്രിക് സർജറി പണ്ട് കോസ്മെറ്റിക് സർജറിയുടെ ഭാഗമായിരുന്നു, ഇന്നത് മാറ്റി അത് ഇന്ന് കവേർഡാണ്. പക്ഷേ മറ്റ് കോസ്മെറ്റിക് സർജറികളൊന്നും നമ്മളുടെ പോളിസിയിൽ കവേർഡായിരിക്കില്ല. അത് പോളിസി ടു പോളിസി ആ കണ്ടീഷൻസ് മാറിയിരിക്കും. ചില പോളിസികളിൽ ഡെൻ്റൽ കവറേജ് ഉള്ള പോളിസികൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ പോളിസി നമുക്ക് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ പ്രീമിയമോ ആ പർട്ടിക്കുലർ പോളിസിയുടെ ഫീച്ചറോ ആയിട്ടാണത് വരിക. അങ്ങനെയുള്ള പോളിസികൾ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെറ്റേണിറ്റിയുടെ കവറേജ് ഇന്ന് പലർക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അത് നമ്മൾ അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ പോളിസി ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ മെറ്റേണിറ്റി കവേർഡ് ആയിട്ടുള്ള പോളിസികൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പോളിസി എടുത്തിട്ട് 9 മാസത്തിന് ശേഷം വരുന്ന ഡെലിവറി തുടങ്ങിയിട്ട് 2 വർഷം വരെ വെയിറ്റിംഗ് പീരീഡുള്ള 2-3 വർഷം വരെ വെയിറ്റിംഗ് പീരീഡുള്ള പോളിസികളാണ് മാർക്കറ്റിൽ മെറ്റേണിറ്റി കണക്റ്റഡ് ആയിട്ടുള്ള പോളിസികളായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് രീതിയിലുള്ളൊരു പോളിസി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റേണിറ്റിയുടെ കവറേജ് നമുക്ക് പോളിസി വഴി സാധ്യമാകാനായിട്ട് സാധിക്കും. ആക്സിഡൻറ്റുകൾ നമ്മുടെ പോളിസിയിൽ കവേർഡ് ആയിരിക്കും. പക്ഷേ സ്വയം മുറിവേൽപ്പിക്കുന്ന സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഇല്ലീഗൽ സബ്സ്റ്റൻസിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകാവുന്ന ഹോസ്പിറ്റലൈസേഷൻസ്, ഇതൊന്നും നമ്മളുടെ പോളിസികളിൽ കവേർഡ് അല്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളെ പലപ്പോഴും കൺഫ്യൂഷനിലാക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഇതിനെക്കുറിച്ച് തന്നെയാണ്. മിക്കവാറും എല്ലാ പോളിസികളിലും 3 തരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡാണ് ഉണ്ടാവുക. ആദ്യത്തെ 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ്, അതുപോലെ തന്നെ 2 വർഷത്തെ സ്പെസിഫിക് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ്, ദെൻ
പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 2 വർഷം മുതൽ 4 വർഷം വരെ. ഇതിൽ സ്പെസിഫിക് ഡിസീസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹെർണിയ, കിഡ്നി സ്റ്റോൺ, ENT റിലേറ്റഡ് ഇങ്ങനെയുള്ള 15ഓളം, മിക്കവാറും പോളിസികളിലെല്ലാം 15ഓളം പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അസുഖങ്ങൾക്ക് ഉള്ള വെയിറ്റിംഗ് പീരീഡാണ്. അതുപോലെ തന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്നുള്ളത് ഒരു പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് എന്നുള്ള കാറ്റഗറിയിൽ കൊണ്ടുവരിക. ഈ ഒരു അസുഖങ്ങൾക്ക് 2 മുതൽ 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് പോളിസി ടു പോളിസി ഉണ്ടായിരിക്കും. വെയിറ്റിംഗ് പീരീഡുകളിൽ നിന്ന് അഡീഷണൽ പ്രീമിയം കൊടുത്തിട്ട് 31 ദിവസം തുടങ്ങി കവർ ചെയ്യാവുന്ന സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഫെസിലിറ്റി ഇന്ന് അവൈലബിൾ ആണ്. അതിനുള്ള റൈഡേഴ്സ് ഇന്ന് പല കമ്പനികളും പോളിസികളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആവശ്യമനുസരിച്ച് അങ്ങനെയുള്ളൊരു റൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെയിറ്റിംഗ് പീരീഡിനെ ഒരു പരിധിവരെ മറികടക്കാൻ പറ്റും. പക്ഷേ എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് മറികടക്കാനായിട്ട് സാധിക്കില്ല. നമ്മളെടുത്ത ഒരു പോളിസിയിൽ നമുക്കൊരു ക്ലെയിം വന്നാൽ ആ ക്ലെയിമിൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് നമ്മളായിട്ട് ആ പോളിസിയുടെ സെറ്റിൽമെൻറ്റിന് നമ്മൾ കൊടുക്കേണ്ട കോൺട്രിബ്യൂഷനാണ് കോപേയ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ സംഭവിക്കുന്നു, 1 ലക്ഷം രൂപയാണ് അവിടെ ഹോസ്പിറ്റലിലെ ബില്ല്. പോളിസിയിൽ 10% കോപേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10,000 രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ അടയ്ക്കണം ആ ഹോസ്പിറ്റലിൻ്റെ ബില്ല് സെറ്റിൽ ചെയ്യാനായിട്ട്. ബാലൻസ് 90,000 രൂപയെ നമ്മുടെ കമ്പനി അതിലേക്കായിട്ട് തരികയുള്ളൂ. ഇതാണ് കോപേയ്മെൻറ്റ്. അപ്പോൾ ഒരു പോളിസി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കോപേയ്മെൻറ്റ് ഉള്ള പോളിസിയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കത് പോളിസി വാങ്ങാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ലോസസ് നമുക്ക് ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. സപ്പോസ് നമ്മളൊരു 5 ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്നു, അതിൻ്റെ അകത്ത് 25,000 രൂപ ഡിഡക്റ്റബിൾ എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ പോളിസി എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു ക്ലെയിം വന്നാൽ ആ ആദ്യത്തെ 25,000 രൂപ ആ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബാലൻസ് 4,75,000 രൂപ ആ പോളിസി നമുക്ക് നൽകിയിരിക്കുന്ന കമ്പനി ടേക്ക് കെയർ ചെയ്തോളും. അപ്പോൾ ഡിഡക്റ്റബിൾ പോർഷൻ എപ്പോഴും നമ്മളായിട്ട് പേ ചെയ്യേണ്ട ഒന്നാണ്. അങ്ങനെയുള്ളൊരു പോളിസി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അതിൽ സാധാരണ നോർമൽ 5 lakhs ഒരു പോളിസി എടുക്കുന്നതും 25,000 ഡിഡക്റ്റബിൾ ആയിട്ടുള്ള പോളിസി എടുക്കുന്നതുമായിട്ട് പ്രീമിയത്തിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് ആദ്യത്തെ 25,000 രൂപ അവരുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ ആ പ്രീമിയം നമുക്ക് കുറച്ച് തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ വർഷവും ക്ലെയിം വരാറില്ല സാധാരണയായിട്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ആണ് ഒരു ക്ലെയിം വരുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മുടെ പ്രീമിയത്തിൽ വലിയൊരു കുറവ് വരുമ്പോൾ നമുക്കത് ഫൈനാൻഷ്യലി ഒരു ബെനിഫിറ്റും ആയിരിക്കും. നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്ക് 1 രൂപയും നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കാണ്ട് ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന എല്ലാ ചിലവുകളും ആ ഹോസ്പിറ്റലിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനീനെ കൊണ്ട് നമുക്ക് വഹിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ. ഇറ്റ് ഈസ് എ ഹാസിൽ ഫ്രീ വൺ. ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടൊരു ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ നമ്മൾ മുൻകൂട്ടി നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഇൻഷുറൻസ് ഡെസ്കിനെ ഈ വിവരം അറിയിക്കുക. നമുക്ക് ഇന്ന പർട്ടിക്കുലർ കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എനിക്കുള്ളതെന്ന് പറയുക. ആ കമ്പനിയിലേക്ക് ഈ ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ഡെസ്ക് കമ്പനിയിലേക്ക് ഈ പർട്ടിക്കുലർ പ്രൊസീജിയറായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയും അവരുടെ അടുത്ത് നിന്ന് പ്രീ അപ്രൂവൽ വാങ്ങിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു നോർമൽ ഹോസ്പിറ്റലൈസേഷനിലാണെങ്കിൽ പോലും നമുക്ക് ഈ ക്യാഷ്ലെസ് ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ക്യാഷ്ലെസ് ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മളുടെ ID കാർഡ്, ഇൻഷുറൻസ് കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ID കാർഡ് ഹോസ്പിറ്റലിൻ്റെ ഇൻഷുറൻസ് ഡെസ്കിൽ നമ്മൾ കൊടുക്കുക. അവർ അത് വെച്ചിട്ട് അപ്രൂവൽ ഈ പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അപ്രൂവൽ വാങ്ങിക്കുകയും ആ ട്രീറ്റ്മെൻറ്റിലേക്ക് വേണ്ടി വരുന്ന എല്ലാ ചിലവുകളും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അവർ വാങ്ങിക്കുകയും ചെയ്തോളും. അപ്പോൾ ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഈ എൻ്റയർ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഹോസ്പിറ്റലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടാനായിട്ട് 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന് ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ, 2 റീഇംബേഴ്സ്മെൻറ്റ്. പലപ്പോഴും റീഇംബേഴ്സ്മെൻറ്റ് ഒരു ഹെഡേക്ക് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും വരാറുണ്ട്. നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലല്ല നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഏകമാർഗ്ഗം റീഇംബേഴ്സ്മെൻറ്റ് വഴി നമ്മൾക്ക് ചിലവായ പൈസ തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് റീഇംബേഴ്സ്മെൻറ്റ് നമുക്ക് സാധ്യമാകുന്നത്?
ഇന്ന് ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് വിങ്ങുകൾ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു ക്ലെയിം നടന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും റീഇംബേഴ്സ്മെൻ്റ് ആണെങ്കിൽ ആ ഹോസ്പിറ്റലൈസേഷൻ്റെ മുഴുവൻ പൈസയും നമ്മുടെ കയ്യിൽ നിന്നും കിട്ടുക. അതിനുശേഷം ഡിസ്ചാർജിൻ്റെ സമയത്ത് നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഇൻഷുറൻസ് ഡെസ്കിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ അവർ ആ ഹോസ്പിറ്റലിൽ നമുക്ക് വന്നിരിക്കുന്ന എല്ലാ ബില്ലുകളും അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി, ദെൻ IRDA നിഷ്കർഷിക്കുന്ന ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോമുണ്ട്, റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിം ഫോം. ആ ഫോമിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും ആയിട്ട് 2 പാർട്ടായിട്ടാണുള്ളത്. അതിൽ പാർട്ട് എ കസ്റ്റമർ ഫില്ല് ചെയ്യേണ്ടതാണ്, പാർട്ട് ബി ഹോസ്പിറ്റൽ ഫില്ല് ചെയ്ത് തരേണ്ടതാണ്. അത് പാർട്ട് ബി പൂർണ്ണമായിട്ടും ഹോസ്പിറ്റൽ ഫില്ല് ചെയ്ത് ഇതൊരു ഫയലാക്കി തരാവുന്ന സംവിധാനങ്ങൾ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും ഇന്നുണ്ട്. അപ്പോൾ ഒരു ക്ലെയിം അതൊരു റീഇംബേഴ്സ്മെൻ്റ് ആണെന്ന് കരുതി നമ്മൾ വളരെയധികം തലവേദന ഉണ്ടാവേണ്ട കാര്യമില്ല. റീഇംബേഴ്സ്മെൻറ്റ് ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് ഈ ക്ലെയിമുകൾ ഇന്ന് പാസ്സാക്കിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടുന്ന ഡിസ്ചാർജിൻ്റെ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ഡെസ്കുമായിട്ട് ബന്ധപ്പെട്ട് റീഇംബേഴ്സ്മെൻറ്റിൻ്റെ ഫയൽ നമ്മൾ അവിടുന്ന് പ്രിപ്പയർ ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫയൽ നമ്മൾ നമ്മുടെ പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 14 ദിവസത്തിനുള്ളിൽ മിക്കവാറും എല്ലാ കമ്പനികളും റീഇംബേഴ്സ്മെൻറ്റ് സെറ്റിൽ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ ചില ക്വസ്റ്റ്യൻസ് കമ്പനികൾ ചോദിച്ചേക്കാം. കാരണം ഈ ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ഫർദർ കാര്യങ്ങൾ ഇൻഷുറൻസ് കമ്പനി ചോദിച്ചേക്കാം. അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് ഒരിക്കലും ഒരു തലവേദനയല്ല, പക്ഷേ കഴിവതും നമ്മൾ ക്യാഷ്ലെസ് ഓപ്ഷൻ തന്നെ എടുക്കുക. ക്യാഷ്ലെസ് ആകുമ്പോൾ അത് ഇൻഷുറൻസ് കമ്പനിക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവർ ഹോസ്പിറ്റലിനോടാണ് ചോദിക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ഇമ്മീഡിയറ്റ്ലി റിപ്ലൈ വരും. അങ്ങനെ അവർ തമ്മിലുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് ഈസി ആയിട്ട് വാങ്ങിക്കാനായിട്ട് ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷന് സാധിക്കും. പക്ഷേ റീഇംബേഴ്സ്മെൻറ്റും നമ്മളെ ഒരിക്കലും ഒരു തലവേദന പിടിച്ച ഒരു കാര്യമല്ല. ഒരാവശ്യത്തിൽ റീഇംബേഴ്സ്മെൻറ്റ് വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണ്. പലപ്പോഴും പലർക്കും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും. അവരുടെ ഒരു കൺഫ്യൂഷനാണ്, എനിക്ക് ഈ ഇൻഷുറൻസ് കവറേജ് പോരെ, ഇനിയൊരു ഇൻഷുറൻസ് കവറേജിൻ്റെ ആവശ്യം എനിക്കുണ്ടോ എന്നുള്ളത്. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ജോലികൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മളൊരു പുതിയൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാത്ത ഒരു കമ്പനിയാണെങ്കിൽ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടിൽ നമ്മൾ പെട്ടേക്കാം. അപ്പോൾ എപ്പോഴും ഒരു സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, നമ്മൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടേതായ ഒരു സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ വർദ്ധിച്ചു വരുന്ന ഇൻഷുറൻസിൻ്റെ ചിലവുകൾ മൂലമായിരിക്കാം നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആലോചിക്കാവുന്ന പോളിസികളാണ് ഡിഡക്റ്റബിൾ പോളിസികൾ. എന്താണോ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി, എന്താണോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഷുറൻസ്, ആ എമൗണ്ട് ഡിഡക്റ്റബിളായിട്ട് കാണിച്ചുകൊണ്ട് നമ്മൾ വേറൊരു ഇൻഷുറൻസ് കവറേജ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് എടുത്തിരിക്കുന്ന ഈ ഇൻഷുറൻസിനെ നമുക്ക് 0 ഡിഡക്റ്റബിൾ പോളിസി ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ സമയങ്ങളിലും നമ്മുടേതായ ഒരു ഇൻഷുറൻസ് കവറേജ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിന്യൂവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പലപ്പോഴും കസ്റ്റമർ മറന്നു പോകുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. ഓർക്കുക, ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ റിന്യൂവലും ആ പോളിസിയുടെ ഉടമസ്ഥൻ്റെ ബാധ്യത തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെയോ നമ്മൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏജൻറ്റിനെയോ നമ്മൾ പഴിചാരിയിട്ട് കാര്യമില്ല. അത് നമ്മളുടെ തന്നെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. സപ്പോസ് നമുക്ക് പോളിസി പർട്ടിക്കുലർ റിന്യൂവൽ ഡേറ്റിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിൽ ഇന്നത്തെ IRDAയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് 30 ദിവസം വരെ ഈ പോളിസി റിന്യൂ ചെയ്തു കൊടുക്കാൻ ഓരോ കമ്പനികളും ബാധ്യസ്ഥരാണ്. അവിടെയുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ആൾക്കാർ 30 ദിവസത്തെ ഡേയ്സ് ഓഫ് ഗ്രേസ് ഉണ്ട്, അതുകൊണ്ട് ആ ഡേയ്സ് ഓഫ് ഗ്രേസ് തീർന്ന സമയത്ത് റിന്യൂ ചെയ്യാം എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവിടെ ഉണ്ടാകാവുന്ന ഒരു വലിയ ബുദ്ധിമുട്ട്, ഈ ഡേയ്സ് ഓഫ് ഗ്രേസിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലെയിം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനിക്ക് യാതൊരു ബാധ്യതയും ഉണ്ടായിരിക്കില്ല.
അപ്പോൾ ഡേയ്സ് ഓഫ് ഗ്രേസ് ആകുന്നതിന് മുമ്പ് നമ്മളുടെ റിന്യൂവൽ ഡേറ്റിൽ തന്നെ നമ്മൾ പോളിസി റിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ പോളിസിയിൽ ഇൻ കേസ് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ്, ഈ ഒരു ഡേയ്സ് ഓഫ് ഗ്രേസിലുള്ള റിന്യൂവൽസിൽ പലപ്പോഴും കമ്പനികൾ ഗുഡ് ഹെൽത്ത് ഡിക്ലറേഷൻ ചോദിക്കാറുണ്ട്. നമ്മൾക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് പല കമ്പനികളും ഇന്ന് പോളിസി റിന്യൂ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ പോളിസിയുടെ റിന്യൂവൽ ഡേറ്റിനുള്ളിൽ തന്നെ പോളിസി റിന്യൂ ചെയ്ത് സേഫ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പോളിസി ഇന്ന് നമ്മൾ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുമോ? ഇന്ന് ഇന്ത്യയിൽ നമ്മുടെ പോളിസിയെ നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു പോളിസിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. വളരെ സ്മൂത്തായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. എങ്ങനെയാണ് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ചെയ്യാൻ പറ്റുക? നമ്മളുടെ റിന്യൂവൽ ടൈമിൽ മാത്രമാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റിക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളത്. റിന്യൂവലിന് 30 ദിവസം മുമ്പ് ഏത് കമ്പനിയിലേക്കാണോ നമ്മൾ മാറാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, എന്തെല്ലാം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ആണോ നമുക്കുള്ളത് അത് വളരെ ക്ലിയറായിട്ട് ആ പുതിയ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഫോമിൽ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന കമ്പനിയിൽ എത്ര വർഷമായിട്ടുണ്ടോ അത്രയും വർഷത്തെ പോളിസിയുടെ ക്രെഡിറ്റ് നമുക്ക് പുതിയ കമ്പനിയിലേക്ക് പോർട്ടബിലിറ്റി വഴി മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ള കമ്പനിയിൽ നമ്മൾ എത്ര വർഷമായിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാനായിട്ട് നമ്മുടെ പോളിസി ഡോക്യുമെൻറ്റുകൾ നമ്മൾ പുതിയ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിത് ടെക്നിക്കലി ഇതൊരു പോർട്ടബിലിറ്റി ആണെങ്കിലും നമ്മൾ മാറാനായിട്ട് ഉദ്ദേശിക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരിതൊരു പുതിയ പോളിസി പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. അവർക്ക് നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ ഇൻഫോർമേഷൻസും അവർക്ക് കൈമാറാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് ആ ആപ്ലിക്കേഷൻ ഫോമിൽ കാണിക്കുക. ആ കമ്പനിക്ക് നമ്മൾ മാറാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ കമ്പനിക്ക് നമ്മളുടെ ഈ ഡോക്യുമെൻറ്റ്സും നമ്മളുടെ അസുഖങ്ങളെക്കുറിച്ചുള്ള വിവരവും കണ്ടിട്ട് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരിത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷമാണോ നമ്മൾ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് കമ്പനിയിൽ നമ്മളുള്ളത് അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു വെയിറ്റിംഗ് പീരീഡിൻ്റെ ക്രെഡിറ്റുകൾ മുഴുവനും ആയിട്ട് നമുക്ക് പുതിയ കമ്പനിയിലേക്ക് പോകാൻ പറ്റും. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പുതിയ പോളിസി ആയിട്ടല്ല, മറ്റേ പോളിസിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ പല പുതിയ ബെനിഫിറ്റുകളുള്ള പോളിസികൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കെപ്പോഴും പോർട്ടബിലിറ്റി വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, എന്നാൽ അങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുത്തതുകൊണ്ട് നമുക്ക് വരുന്ന എല്ലാ ചിലവുകളും, ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ചിലവുകളും ആ ഹെൽത്ത് ഇൻഷുറൻസ് വഹിച്ചോളും എന്നുള്ള ഒരു ധാരണ. ഹോസ്പിറ്റലിലെ ഒരു ഹോസ്പിറ്റലൈസേഷന് സംഭവിക്കുന്ന കൺസ്യൂമബിൾസ്, അതുപോലെ തന്നെ OPD ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹെൽത്ത് ഇൻഷുറൻസിൽ പലപ്പോഴും കവേർഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതെല്ലാം കവേർഡായിട്ടുള്ള പോളിസികളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടുള്ള ചിലവുകളും കവേർഡായിട്ടുള്ള പോളിസിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ആ പോളിസി എടുക്കുന്ന സമയത്ത് ആവശ്യപ്പെടുക. അതിനനുസരിച്ചുള്ള പോളിസികൾ അപ്പോൾ ആ പോളിസി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ആൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ക്യാഷ്ലെസ് പോളിസിയാണ് ഞാൻ വാങ്ങിയത്, പക്ഷേ ഹോസ്പിറ്റലിൽ കുറേ പൈസ എനിക്ക് അടയ്ക്കേണ്ടി വന്നു. ഒരു പോളിസി നമ്മൾ വാങ്ങുമ്പോൾ ആ പോളിസിയിൽ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ്. ക്യാഷ്ലെസ് പോളിസി ആണ് നമ്മൾ വാങ്ങിയത് എന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ എമൗണ്ടുകളും ഇൻഷുറൻസ് കമ്പനി വഹിക്കണം എന്നില്ല. ഒരുപക്ഷെ ആ പോളിസിയിൽ കോപേയ്മെൻ്റ് ഉണ്ടാവാം, ചില സബ് ലിമിറ്റ്സ് ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വരുമ്പോൾ നമ്മൾ തന്നെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിയിരിക്കുന്ന പോളിസി എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഓരോ പോളിസി ഹോൾഡറിനുമാണ്. ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും പോളിസി ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, പോളിസി എടുത്തതുകൊണ്ട് എനിക്ക് വരുന്ന എല്ലാ അസുഖങ്ങളും ഈ പോളിസിയിൽ കവേർഡാണ് എന്നുള്ളത്. അങ്ങനെയല്ല. ഓരോ പോളിസിക്കും ഓരോ വെയിറ്റിംഗ് പീരീഡുകളുണ്ട്.
പ്രധാനമായിട്ടും 3 വെയിറ്റിംഗ് പീരീഡുകൾ എല്ലാ പോളിസിയിലും ഉണ്ട്. സപ്പോസ് ഒരു പോളിസി എടുത്ത ഒരാൾക്ക് പോളിസി എടുത്ത് 1 വർഷത്തിന് ശേഷം ഹെർണിയയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും പോളിസികളിൽ ഹെർണിയ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ആ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡുകൾ, ഓരോ അസുഖങ്ങൾക്കും എന്താണ് വെയിറ്റിംഗ് പീരീഡുകൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് കവേർഡ് ആണോ? ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ സ്വഭാവം അനുസരിച്ച് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പക്ഷേ ഇന്ന് കോമൺ ആയിട്ട് പുതിയ പല പോളിസികളിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനായിട്ടുള്ള സംവിധാനങ്ങളും അവൈലബിൾ ആണ്. സാധാരണ രീതിയിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് 2 മുതൽ 4 വർഷത്തിന് ശേഷം മാത്രമാണ് കവറേജിലേക്ക് വരിക. എന്നാൽ ന്യൂ ജനറേഷൻ പോളിസികളിൽ പലതിലും ഇന്ന് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 31 ദിവസത്തിലേക്ക് വരെ കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതിനായി നമ്മളൊരു അഡീഷണൽ പ്രീമിയം പേ ചെയ്യേണ്ടി വരും. ആ പ്രീമിയം പേ ചെയ്യുന്ന വഴി നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് 31 ദിവസത്തിലേക്ക് കുറയ്ക്കാനും നമുക്ക് 31 ദിവസത്തിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ക്ലെയിം വന്നു കഴിഞ്ഞാലും കവറേജ് കിട്ടാനും നമുക്ക് സാധിക്കും. ഹെൽത്ത് ഇൻഷുറൻസിൽ വിപ്ലവകരമായ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലെയിം സെറ്റിൽമെൻറ്റിലാണ്. AI ഇനേബിൾഡ് ആയിട്ടുള്ള ക്ലെയിം സെറ്റിൽമെൻറ്റ് ഇന്ന് പല കമ്പനികളും ഇന്ന് കൊണ്ടുവന്നു കഴിഞ്ഞു. അതുമൂലം കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ക്ലെയിം സെറ്റിൽമെൻറ്റിനായിട്ട് പണ്ട് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ മിനിറ്റുകൾ വെയിറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നു. രണ്ടാമതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യം ഒരു പോളിസി ഹോൾഡറിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് പ്രീമിയത്തിൽ മാറ്റങ്ങൾ വരാനായിട്ടുള്ള സിറ്റുവേഷൻസാണ്. സ്മാർട്ട് വാച്ച് പോലെയുള്ള ഡിവൈസസ് വഴി പോളിസി ഹോൾഡറിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി റിന്യൂവൽ സമയത്ത് ആ പ്രീമിയത്തിൽ ഡിഡക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് പല കമ്പനികളും ഇന്ന് കൊണ്ടുവന്നു കഴിഞ്ഞു. ഇങ്ങനെ വിപ്ലവകരമായിട്ടുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൻ്റെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാണ്ട് നമുക്ക് ആർക്കും ഇനി മുമ്പോട്ട് ജീവിക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ആഡ്വക്കേറ്റ് സം അഷ്വേർഡ് ഹെൽത്ത് ഇൻഷുറൻസിലും നമ്മൾ ഓരോരുത്തരും കീപ്പപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്, പോളിസി വാങ്ങുന്നതിന് മുമ്പ് എന്താണ് പോളിസി എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. പോളിസി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ പോളിസി വാങ്ങാനായിട്ട് ഫിക്സ് ചെയ്യുക. കാരണം പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പോളിസി എന്താണ്, പോളിസിയുടെ ബെനിഫിറ്റ്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മൾ പോളിസി വാങ്ങുമ്പോൾ നമ്മൾ പലതും ചിന്തിക്കും. നാളെ തുടങ്ങിയിട്ട് എനിക്ക് എല്ലാ കവറേജുകളും ഈ പോളിസിയിൽ അവൈലബിൾ ആണെന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം. അങ്ങനെ ഒരു കാര്യം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലും ഇല്ല. എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളും അതിൻ്റെ വെയിറ്റിംഗ് പീരീഡുകളും മറ്റു കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പൂർണ്ണമായിട്ടും കവറേജിലേക്ക് വരിക. അപ്പോൾ ഒരു പോളിസി വാങ്ങാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ആ പോളിസി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. പോളിസിയെ പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഒരു പോളിസി നമുക്ക് വേണ്ടിയും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയും എടുക്കുക.